ഹലോ നമസ്കാരം, ഞാൻ സുനിൽ ഇടമുറി. ഇന്നത്തെ ഈ വീഡിയോയിലെ സോബാക്സിന്റെ ചില അപ്ഡേറ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പല ആളുകളും ചോദിച്ചു, ഞാൻ 3 ഡയറക്ടർ അഫയേഴ്സിനെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്താണ്, എനിക്ക് വരുമാനം കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് നോട്ട് ഇൻവൈറ്റഡ് 3 ഡയറക്ടർ മെമ്പേഴ്സ് വിത്തിൻ എ മന്ത്. ഒരു മാസത്തിനുള്ളിൽ 3 പേരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് ഇൻകത്തിൽ എന്താണ് അവർക്ക് ലോസ് ആകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വളരെ ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ഡിസംബർ 15 ഈ ഒരു വ്യക്തി വന്നു. ഈ റൗണ്ടിൽ കാണിക്കുന്ന ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവലിലാണ്. അപ്പൊ ഈ വ്യക്തികൾ ചേരുമ്പോൾ ഇദ്ദേഹത്തിനുള്ള കമ്മീഷൻ കിട്ടുന്നുണ്ട്, 400 രൂപ വീതം കിട്ടി. പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് ഇദ്ദേഹം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു. 3 കൂടുതൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഇദ്ദേഹം കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ഒരു 3 പേരെ കൂടെ കൊണ്ടുവരുന്നു. 3 പേര് വരുമ്പോൾ ആദ്യം ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് പൊസിഷനിലുള്ള ആളിന്റെ താഴെയാണ് പോസ്റ്റ് ആകുന്നത്. ഇവിടെ ഇദ്ദേഹം ഒരാളെ പോലും കൊണ്ടുവന്നിരാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ അവിടെ ഷോ ചെയ്യും. കാരണം ഇദ്ദേഹത്തിന്റെ താഴെ 3 പേര് വന്നിട്ടുണ്ട്, അതിന്റെ താഴെ 9 പേരും വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലെവൽ ഇവിടെ ഫില്ലായി, സെക്കൻഡ് ലെവലും 9 പേര് ഫില്ലായിട്ടുണ്ട്. 16 ദിവസം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വിചാരിക്കുക. 15-ാം തീയതി ജോയിൻ ചെയ്തു. 16 തൊട്ട് 31 വരെ 16 ദിവസങ്ങളാണുള്ളത്. ഈ 16 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹം ഒരാളെ പോലും കൊണ്ടുവന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന് 1 മാസത്തെ ടൈമിംഗ് ഉണ്ട് 3 പേരെങ്കിലും കൊണ്ടുവരാനായിട്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ ഷോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ 3 പേര് വരുമ്പോൾ 150 രൂപ, 9 പേര് അതിന്റെ താഴെ വരുമ്പോൾ 450 രൂപ, അദ്ദേഹത്തിന് ടോട്ടൽ 600 രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അതിൽ ആദ്യം തന്നെ 500 രൂപ റിസർവിലേക്ക് മാറ്റും. ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക് റിസർവിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് 600-ല്. അതായത് നെക്സ്റ്റ് മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടിയാണ് ഈ 500 രൂപ മാറുന്നത്. ബാലൻസ് ഇവിടെ 100 രൂപയാണ് ഉള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന് 100 രൂപയാണ് ഇവിടെ കിട്ടേണ്ടത്. പക്ഷെ ഇദ്ദേഹം 3 പേരെ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം കൊണ്ടുവന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇനിയും അടുത്ത ജനുവരി 1-ാം തീയതി ആവുമ്പോൾ ഈ ആളുകൾക്ക് എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ആ സമയത്ത് കൊടുക്കത്തില്ല. കാരണം അവിടെ ഇദ്ദേഹത്തിന് ബാലൻസ് 100 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ ജനുവരി ആദ്യ ദിവസം. പക്ഷേ ജനുവരി 1 തൊട്ട് 14 വരെയുള്ള ദിവസം ആകുമ്പം ഇദ്ദേഹത്തിന് 16 + 14 30 ദിവസം ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയി. ഇദ്ദേഹം പക്ഷെ ഒരാളെ പോലും കൊണ്ടുവന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ബാലൻസ് അവിടെ ഉണ്ടായിരുന്ന എത്രയാണ്? 100 രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ 9 പേര് 3 പേരെ വീതം കൊണ്ടിരുന്നു, 27 പേരാകുന്നുണ്ട്. അപ്പം 1350 രൂപ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ ഷോ ചെയ്യും. അതിനുശേഷം 27 പേരെ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 81 ആളുകളാണ് അവിടെ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും 4050 രൂപ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ ഷോ ചെയ്യും. ടോട്ടൽ 5500 രൂപ. പക്ഷെ 30 ഡേയ്സിനുള്ളിൽ എന്ന് പറയുമ്പം ഇതൊരു ഇടയ്ക്കത്തെ ഡേറ്റ് ആയതുകൊണ്ട് ഇവിടെ ക്ലോസിംഗ് ഇല്ല. നമുക്കറിയാം കലണ്ടർ മന്തിലാണ് ക്ലോസിംഗ് വരുന്നത്. പക്ഷെ ആദ്യം 15 തൊട്ട് 30 വരെ അദ്ദേഹം 1 മാസം ആയിട്ടില്ലായിരുന്നു. 3 പേരെ കൊണ്ടുവരാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു വരുമാനം കിട്ടത്തില്ല. പക്ഷെ ജനുവരി 14 ആയപ്പം 30 ദിവസമായി. പക്ഷെ 30 ദിവസം ആയപ്പോഴും ഇവിടെ പേ ഔട്ട് ഇവിടെ വരുന്നില്ല. ഇവിടെ വീണ്ടും ദിവസങ്ങളുണ്ട്, 17 ദിവസം കൂടെ ഉണ്ട് ജനുവരി കംപ്ലീറ്റ് ആകുന്നതിന് വേണ്ടി. അപ്പൊ ജനുവരി മാസം കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യുന്നു. ജനുവരി കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് 17 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് കിട്ടിയിട്ടുണ്ട്. കാരണം 14-ാം തീയതി 30 ദിവസം ആയി, അതിനുശേഷം 17 ദിവസം കൂടെ ഉണ്ട്. ടോട്ടൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന എത്രയാണ്? 47 ദിവസങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ 47 ദിവസത്തെ ടോട്ടൽ ഇദ്ദേഹത്തിന്റെ വരുമാനം ഇദ്ദേഹത്തിന് ഷോ ചെയ്യുന്നത്. അപ്പൊ ഈ മാസത്തില് ഈ ആളുകൾ എല്ലാവരും ആക്റ്റീവാണ്. വീണ്ടും ഇവരെല്ലാവരും വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റിലുള്ള 3 ലെവലിൽ നിന്ന് ജനുവരിയിലെ ഇൻകം ഫെബ്രുവരി ആദ്യമാണ് ഇന്ന് റിലീസ് ആകേണ്ടത്. അപ്പൊ ഫെബ്രുവരിയിൽ ആദ്യം ഇദ്ദേഹത്തിന് കിട്ടേണ്ട എമൗണ്ട് 3 പേരിൽ നിന്ന് 50 രൂപ വീതം, 9 പേരിൽ നിന്ന് 50 രൂപ വീതം, 27 പേരിൽ നിന്ന് 50 രൂപ വീതം, 81 പേരിൽ നിന്ന് 50 രൂപ വീതം, 243 പേരിൽ നിന്ന് 50 രൂപ വീതം. ഇത്രയും ആളുകൾ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടേണ്ട ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 18,250 രൂപയാണ്. പക്ഷേ ഇവിടെ 18,250 രൂപ ഇദ്ദേഹത്തിന് റിലീസ് ആകത്തില്ല. കാരണം ഇദ്ദേഹം 3 പേരെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് 500 രൂപ റിസർവിലേക്ക് അന്നൂരം മാറും ഫെബ്രുവരി മാസത്തെ സബ്സ്ക്രിപ്ഷന് വേണ്ടി. പക്ഷെ ഇദ്ദേഹം 3 പേരെ കൊണ്ടുവരാഞ്ഞത് കൊണ്ട് അദ്ദേഹത്തിന് പാസീവ് ഇൻകത്തിന് എലിജിബിൾ ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് താഴെ കിട്ടിയ വരുമാനം കൊണ്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനാകുന്നുണ്ട് അവിടെ.
അദ്ദേഹത്തിന്റെ വാലറ്റിൽ വന്ന എമൗണ്ട് ഓട്ടോമാറ്റിക് അടുത്ത മാസം സബ്സ്ക്രിപ്ഷന് വേണ്ടി പോകും. പക്ഷെ അദ്ദേഹത്തിന്റെ ID പാസീവ് ഇൻകം മേടിക്കുന്നതിന് ഇൻഎലിജിബിൾ ആണ്. അപ്പൊ അദ്ദേഹത്തിന് റിലീസായി കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? ഈ 500 രൂപ മൈനസ് ചെയ്താലും 17,750 രൂപ ഇദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. ഇദ്ദേഹം 3 പേരെയെങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുവന്നിരുന്നെങ്കിൽ. 3 പേരെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് 400 രൂപ വീതം 3 പേരുടെ നിന്ന് 1,200 രൂപ കിട്ടും ടോട്ടൽ. ഇദ്ദേഹം കൊണ്ടുവന്നില്ല. ഇദ്ദേഹത്തിന് കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? 17,750 രൂപ കിട്ടണമായിരുന്നു. പക്ഷെ ഇദ്ദേഹം 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ ഈ ദിവസം 31 ഇവിടെ ക്ലോസിംഗ് ആണ്. ജനുവരി 31 ക്ലോസിംഗ് ആണ്. കാരണം 17 ദിവസം കൂടെ ഗ്രേസ് പീരീഡ് കിട്ടി. അതായത് കലണ്ടർ മന്ത് ക്ലോസിംഗിലാണ് ഇവിടെ പാസീവ് ഇൻകം റിലീസ് ചെയ്യുന്നത്. ഇപ്പൊ 31 വരെ 17 ദിവസം കൂടെ കിട്ടി. ടോട്ടൽ 47 ദിവസം കിട്ടിയിട്ടും ഇദ്ദേഹം 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ ഇത്രയും എമൗണ്ട് ഷോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഈ 17,750 രൂപ ഇതേ കണ്ടീഷനിലാണെങ്കിൽ ആ എമൗണ്ട് കമ്പനിയിലേക്ക് റിവേർട്ട് ബാക്ക് ആകും. കമ്പനിയിലേക്ക് തിരിച്ചു പോകും. ഈ എമൗണ്ട് ഇദ്ദേഹത്തിന് കിട്ടത്തില്ല. അപ്പൊ ബാക്കി ആളുകളുടെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് മന്തിലും ഇതേ രീതിയിൽ വരുമ്പോൾ ഈ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ വീണ്ടും 3 പേരിൽ നിന്ന് 150 രൂപ കിട്ടും. 9 പേരിൽ നിന്ന് 450 രൂപ വീണ്ടും ഷോ ആയിക്കൊണ്ടിരിക്കും. അദ്ദേഹം അപ്പോഴും അടുത്ത മാസം ക്ലോസിംഗിനുള്ളിൽ 3 പേരെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു മാസത്തെ വരുമാനം എടുക്കാൻ പറ്റും. ഇല്ല എങ്കിൽ ആ മാസത്തിന്റെ എൻഡിൽ ക്ലോസിംഗ് വരുന്നത് ആ എമൗണ്ട് എത്രയാണോ എമൗണ്ട് അവിടെ ജനറേറ്റ് ആകുന്നത് ആ എമൗണ്ട് കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷേ ഇദ്ദേഹത്തിന്റെ ID ഇവിടെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം എലിജിബിൾ അല്ല പാസീവ് ഇൻകം വാങ്ങുന്നതിന്. അതാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളും മാക്സിമം കൂടുതൽ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇദ്ദേഹത്തിന് കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ താഴെ വന്നത്. ഡയറക്ടർ റെഫറലാണ്. അപ്പൊ ഇദ്ദേഹം എപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. ഇദ്ദേഹത്തിന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ടീമിന്റെ മുഴുവൻ ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെയും വർക്ക് ഇതുപോലെ നടക്കുന്നുണ്ട്. ഇവരുടെയും വർക്ക് നടക്കും. ഇദ്ദേഹത്തിന് ഇതിന്റെ 3 ഇരട്ടി ഇദ്ദേഹത്തിന് കിട്ടുകയാണ് ഈ സമയത്ത്. അപ്പൊ എല്ലാവരും ശ്രമിക്കേണ്ടത് മാക്സിമം ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുക. ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇത് റിവൈൻഡ് ചെയ്ത് കാണുക. ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.